എല്ലാവരുടെയും കോഴിക്കോട്ടശ്ശേരിയും അതേപോലെ ഓശാന ഞായറൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ദുബായിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ ആദ്യത്തെ ഈസ്റ്ററാണ് വരാൻ പോകുന്നത്. അതേപോലെ തന്നെ കോഴിക്കോട്ടെ ശനിയാഴ്ച ഞങ്ങൾ കൊഴുക്കട്ട ഉണ്ടാക്കുകയും ഓശാന ഞായറാഴ്ച പള്ളിയിലൊക്കെ പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള മാവ് കുഴയ്ക്കാൻ ചുക്കാൻ പിടിച്ചത് അലിസ്റ്റർ ബ്രോയാണ് കേട്ടോ. കൈയൊക്കെ നല്ല രീതിക്ക് പൊള്ളുന്നുണ്ടായിരുന്നു. ആളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ചാച്ചനാണെന്നുണ്ടെങ്കിൽ വരാനായിട്ട് ലേറ്റായി. ഞങ്ങൾ രാവിലെ തുടങ്ങി ഉണ്ടാക്കാതെ വൈകുന്നേരം വരെ ചാച്ചന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ ആൾക്ക് ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. ക്ലയൻറ്റ് ക്യാൻസലാവുമെന്ന് വിചാരിച്ചിട്ടാണ് ആൾ നേരത്തെ വരാമെന്ന് പറഞ്ഞത്. പക്ഷേ ക്യാൻസലായില്ല. അതുകൊണ്ട് തന്നെ ലേറ്റാവും, ഞങ്ങളോട് ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. അത് വെന്ത് വരുമ്പോഴത്തേക്കും ചാച്ചൻ എത്തിക്കോളാന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഉണ്ടാക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ വിറ്റായിരുന്നു കേട്ടോ. കാരണം ഇവന്മാരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചതിൽ കൈയിട്ട് വാരി അത് മൊത്തം അലമ്പാക്കണമായിരുന്നു. അവസാനം ഞാൻ തന്നെ കാണിച്ചു കൊടുത്തു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. പക്ഷേ ഇവർക്ക് തീരെ ക്ഷമയില്ല കേട്ടോ. എല്ലാം വേഗം വേഗം അങ്ങ് ആയിരിക്കണം. അത് കാരണം തന്നെ നമുക്കൊന്ന് മര്യാദയ്ക്ക് ഉരുട്ടാനോ അതിൻ്റെ ഉള്ളിൽ മര്യാദയ്ക്കൊന്ന് തേങ്ങ വെക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് കുറച്ച് മാവ് എടുത്തിട്ട് അവന്മാരുടെ കയ്യിലങ്ങ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അങ്ങ് ഉണ്ടാക്കുക എന്നും പറഞ്ഞു കൊടുത്തു കേട്ടോ. അല്ലാണ്ട് വേറെ വഴി ഉണ്ടായിരുന്നില്ല. അവസാനം അവരുടേതായിട്ടുള്ള രീതിക്ക് ഉണ്ടുരുട്ടെ വേറെ എന്തൊക്കെയോ ഷേപ്പിലൊക്കെ ആക്കി തരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ സമയത്ത് ഞാൻ ശരിക്കും ചാച്ചനെ മിസ് ചെയ്തായിരുന്നു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതാണ് ചാച്ചൻ വരണം, ചാച്ചൻ്റെ കൈയും കൂടി ഇതിൽ പതിക്കണം എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ തീരെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ചോദിക്കും വരുമോ അപ്പോൾ 6 മണിക്ക് വരാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ വരാൻ പറ്റിയില്ല. പോട്ടെ, സാഹചര്യങ്ങൾ നമുക്ക് എപ്പോഴും അനുകൂലമായിരിക്കണം എന്നില്ലല്ലോ. എന്തായാലും ദൈവം നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ഒരുക്കിയല്ലോ. അപ്പോൾ എല്ലാം നല്ലതിന് തന്നെ. അങ്ങനെ കറക്റ്റ് അത് വെന്തൊന്ന് ചൂടാറി വരുമ്പോഴത്തേക്കും ചാച്ചൻ എത്തിയിട്ടോ. പിന്നെ എല്ലാം വേഗം വേഗമായിരുന്നു. കാരണം ഓൾറെഡി 8 മണി 8:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പേനെ വീഡിയോ കോളും ചെയ്ത് നമ്മളൊരു ചെറിയ പ്രാർത്ഥനയും കൂടി എത്തിച്ചു കേട്ടോ. പ്രാർത്ഥനയുടെ ഇടയിൽ ചാച്ചന് ഇടിയും തൊഴിയൊക്കെ ഡോണുവിൻ്റെ വക കിട്ടുന്നുണ്ട്. ശരിക്കും ഈ ഈസ്റ്ററിൻ്റെ സമയമായി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വീടും നാടൊക്കെ മിസ് ചെയ്തു. പ്രത്യേകിച്ച് പള്ളിപ്പോക്കും കാര്യങ്ങളൊക്കെ. ഈസ്റ്ററിൻ്റെ സമയത്തുള്ള ഒരു പള്ളിപ്പോക്ക് ശരിക്കും ഒരു വൈബ് തന്നെയാണ് കേട്ടോ. വൈബ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും എന്തോ ഒരു മനസ്സിന് സന്തോഷം തരുന്നൊരു കാര്യമാണ്. ആ കുരിശിൻ്റെ വഴിയും പെസഹ വ്യാഴാഴ്ചത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും മിസ് ചെയ്യും. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഗൃഹനാഥൻ പങ്കുവെച്ച് തന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഐശുവിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡോണ് പൊളിച്ചു. ഡോണിന് കൊടുക്കാണ്ട് നേരെ ഈതപ്പന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോണ് പിണങ്ങിയിട്ടാ. ചാച്ചനാണെന്നുണ്ടെങ്കിൽ മൂത്തത് നോക്കിയിട്ട്, അതായത് അമ്മ, പിന്നെ അലിസ്റ്റർ ബ്രോ, ഞാൻ, ഐശു, ഈതപ്പൻ, ഡോണു അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അപ്പോഴത്തേക്കും ഡോണ് പിണങ്ങി. പിണക്കം മാറ്റണതിൻ്റെ ഇടയിൽ നോക്കി കഴിഞ്ഞപ്പോൾ പപ്പയ്ക്ക് അമ്മ വീഡിയോ കോള് കൊഴുക്കട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം കേട്ടോ.